ആദ്യം കെ അനിൽകുമാറൻ തുടങ്ങുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം, ഒരു ജോലി ചെയ്യാതെ എപ്പോഴും ഫോണിൽ കുത്തി. ഇന്ന് മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം, പാലക്കാട് ഈ വലിയൊരു മദ്യനിർമ്മാണശാല അല്ലെങ്കിൽ സമുച്ചയത്തിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണ്ടിടത്ത് എവിടെ നിന്ന് കണ്ടെത്തും ആ വെള്ളം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ബാക്കിയാകുന്നത്. അതിന്റെ ഉത്തരം എന്താണ്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ജലക്ഷാമം നേരിടുമ്പോൾ അവിടെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി അത്തരം ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നത് ശരിയായ സംവാദാത്മകമാണ്. ഒരു തെറ്റും അക്കാര്യത്തിൽ ഞങ്ങൾ പറയുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെയും ഒരു സംശയത്തോടെയും ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ പദ്ധതി CPM-ൻ്റെതല്ല, ഈ പദ്ധതി കേരള സർക്കാരിൻ്റെതുമല്ല. ദേശീയപാത നടപ്പാക്കിയതുപോലെ, വിഴിഞ്ഞ പദ്ധതി നടപ്പാക്കിയതുപോലെ, ഇല്ലെങ്കിൽ കൂടംകുളം പവർ ഹൈവേ കൊണ്ടുവന്ന് വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതാക്കിയതുപോലെ കേരള സർക്കാരിൻ്റെ ഒരു നിർബന്ധം ഈ പദ്ധതിക്ക് പിന്നിൽ ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ പറയാൻ വാസന വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരായിരുന്ന? ഭൂഗർഭജലം ഇതിന് ഉപയോഗിക്കാനാവില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പദ്ധതിയിൽ ഭൂഗർഭജലമില്ല. ഭൂഗർഭജലം ഊറ്റുന്നു എന്ന് പറയുന്നൊരു ആക്ഷേപം ഈ വിഷയത്തിൽ ഉയർന്നു വരാൻ പാടില്ല, ഉയർന്നു വരുന്നില്ല. പിന്നെ വെള്ളത്തിൻ്റെ സ്രോതസ് എന്താണ്? മഴവെള്ള സംഭരണി എന്നുള്ളത് അവരുടെ പ്രൊജക്ട് റിപ്പോർട്ടിലുണ്ട്. ഭയങ്കരമായ ആള്. പക്ഷേ ഒരു കാര്യമുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, ശ്രീ അനിൽകുമാർ, എത്ര വെള്ളം അല്ലെങ്കിൽ എവിടെ നിന്ന് എത്ര വെള്ളം കണ്ടെത്താൻ കഴിയും എന്ന സംബന്ധിച്ച ഒരു വ്യക്തത ഈ പറയുന്ന ഈ പദ്ധതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന CPM-നുണ്ടോ എന്നുള്ളതാണ്. പണിപ്പാളിയല്ലോ നാദാ. ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ അതാണെന്ന് താങ്കളും സമ്മതിച്ചു, അത് ചർച്ച ചെയ്യാമെന്നും സമ്മതിച്ചു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എത്രത്തോളം വെള്ളം ഈ പ്ലാന്റിന് വേണ്ടി വരും? അത് പാലക്കാട് നിന്ന് എങ്ങനെ കണ്ടെത്തും? ലളിതമായ ഉത്തരത്തിലേക്ക്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങ് ചോദിച്ചപ്പോൾ ആദ്യത്തെ ഒരു വാചകം CPM എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത്? CPM ന്യായീകരിച്ചിട്ടില്ല. CPM-ന് ഈ പദ്ധതിയുമായി ബന്ധമില്ല. പിന്നെ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പേര് MV ഗോവിന്ദൻ എന്നല്ലേ? നീ എന്നെ തള്ളി പറയാണല്ലേ? ഇപ്പോൾ പുതിയ വ്യവസായങ്ങൾ വേണോ വേണ്ടയോ? CPM സംസ്ഥാന സെക്രട്ടറിയുടെ പേര് MV ഗോവിന്ദൻ എന്നാണെങ്കിൽ അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ന്യായീകരിക്കുന്നത് ഈ പാർട്ടിയുടെ ന്യായീകരണമായി ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ സെക്രട്ടറി പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഗൗതം മാഷ് എന്താ പറഞ്ഞത്? ഈ പദ്ധതിയുടെ ഏതെങ്കിലും വക്കാലത്തെടുക്കുന്നവരല്ല ഞങ്ങൾ. ഈ കമ്പനിയുടെ ഒരു വക്കാലത്തും പാർട്ടിക്കില്ല. പക്ഷെ കമ്പനിയോട് കൂടിയാണ് ഞങ്ങൾ പറഞ്ഞത്, ഗൗതം മാഷ് പറഞ്ഞത്. അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുള്ള പറശ്ശിനിക്കടവ് മാതൃക നോക്കൂ. അവിടെ എങ്ങനെയാണ് വെള്ളം സംഭരിച്ചത്? ഇപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പൊതുമണ്ഡലത്തിൽ അറിയാവുന്ന കാര്യം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതൊക്കെ ഈ കമ്പനിയുമായി ധാരണയാക്കി കഴിഞ്ഞ ശേഷം ഇത് വിവാദമാകുമ്പോൾ, ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് വെച്ചാൽ ഒരു തീരുമാനം സർക്കാർ തലത്തിൽ എടുത്തു കഴിഞ്ഞു, അതിന്റെ മന്ത്രിസഭാ തീരുമാനം വന്നു കഴിഞ്ഞു, പ്രാഥമിക റൗണ്ട് അനുമതി കൊടുത്തു കഴിഞ്ഞു, ഉത്തരവും ഇറക്കി കഴിഞ്ഞു. അപ്പൊ പൊതുമധ്യത്തിൽ ചർച്ച വരുന്നു, ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ നിങ്ങൾ വിശദീകരിക്കുകയാണ് ഇതാ വെള്ളം ആദ്യം വാട്ടർ അതോറിറ്റി തരുമെന്ന്. ശ്രീ അനിൽകുമാർ, താങ്കൾ തന്നെയല്ലേ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ഇരുന്ന ചർച്ചയിൽ പറഞ്ഞത് വെള്ളം വാട്ടർ അതോറിറ്റി തരുമെന്ന്? ഒന്ന് സാറേ, ഞാൻ ഒന്നും പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ആ കമ്പനിയുടെ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിനാണ് അംഗീകാരം കൊടുത്തത്. ആ പ്രൊജക്റ്റിന്റെ ഒരു ഭാഗം പറയുന്നത് മഴവെള്ള സംഭരണിയാണ്, മറ്റൊരു ഭാഗം പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ കാര്യമാണ്. വാട്ടർ അതോറിറ്റിക്ക് കിൻഫ്രയുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യവസായ പദ്ധതിക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. ആ കിൻഫ്രയ്ക്ക് വേണ്ടി അവർ തയ്യാറാക്കുന്ന കുടിവെള്ള പ്രൊജക്റ്റിൽ നിന്നും ഇവരാവശ്യപ്പെടുന്ന വെള്ളം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയതും ഇന്നലെയാണ്. നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞോണം, ഉരുണ്ട് കളിക്കരുത്. അല്ല, ഇവർ ആവശ്യപ്പെടുന്ന വെള്ളം എത്രയാണ്?
പാലക്കാട് അവിടെ- പോലൊരു സ്ഥലത്ത് ഡാമിൽ നിന്ന് ജലമെടുത്ത് അത് തന്നെ അവിടെ പര്യാപ്തമാകുന്ന വിധത്തിൽ ജലവിതരണം ചെയ്യുന്ന അവസ്ഥയിലാണ് ജലവകുപ്പ് ഉള്ളത്, വാട്ടർ അതോറിറ്റി ഉള്ളത്. അത് വ്യക്തമാക്കുന്ന വാട്ടർ അതോറിറ്റി തന്നെ പരസ്യമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ള ഒരു വ്യവസ്ഥ പ്രകാരം കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കാം കുടിവെള്ള ആവശ്യത്തിന്, അതിൽ നിന്ന് അവർക്ക് പൊക്കോട്ടെ, കൊണ്ടുപോകുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷേ എത്രത്തോളം വെള്ളം അവർ കൊണ്ടുപോകും ഈ കിൻഫ്ര വഴി ഈ ഒയാസിസ് കമ്പനി എത്രത്തോളം വെള്ളം കൊണ്ടുപോകും എന്നെ സംബന്ധിച്ച് ഒരു കണക്ക് വേണമല്ലോ, ഒരു കണക്കും വ്യവസ്ഥയൊക്കെ വേണമല്ലോ അതിന്. അങ്ങനെ ഒരു കണക്ക് CPM-ന് അറിവുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന താങ്കൾക്ക് അറിവുണ്ടോ? എത്രത്തോളം വെള്ളം അവർ ആ നിലയ്ക്ക് കൊണ്ടുപോകും? ബാക്കി മഴവെള്ള സംഭരണി വഴി ഇത്ര ദശലക്ഷം ലിറ്റർ വെള്ളം ഞങ്ങൾ സംഭരിക്കും, അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടുത്തെ പ്രശ്നം പരിഹരിക്കും എന്ന് കൃത്യമായി പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇപ്പോഴൊന്ന് പറ്റുമോ? പഴംപുഴുങ്ങി പോലെ നിൽക്കാതെ പറഞ്ഞു കൊടുറോ. 2000 ഏക്കറിന്റെ വ്യവസായ ഇടനാഴി അവിടെ വേണോ? ആ 2000 ഏക്കറിൽ വ്യവസായ ഇടനാഴി ഇവിടെ സ്ഥാപനങ്ങൾ പാലക്കാടുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉത്തരവ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്ന് ഇറക്കിയ ഉത്തരവിന്റെ 1-ാം ഘട്ടത്തിൽ തന്നെ പറയുന്നത് വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് ആരംഭിക്കും എന്നുള്ളതാണ്. സെമി ഓട്ടോമേറ്റഡ് ബോട്ട്ലിംഗ് യൂണിറ്റ് എന്നുള്ളത് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അതിന് വേണ്ടി വരും ആദ്യഘട്ടത്തിൽ തന്നെ എന്നുള്ളതാണ് താങ്കൾ ഈ പറയുന്ന ഉത്തരവ്. 1-ാം ഘട്ടം എന്ന് വിശദീകരിച്ച് പറയുന്ന ഉത്തരവിന്റെ 2-ാം പാരഗ്രാഫിൽ ആദ്യത്തെ വരി. ദൈവമേ, ഇത് വലിയ പുലിവാലായില്ലോ. കഴിഞ്ഞേ ഉള്ളൂ 2022-23 സർക്കാർ ഇന്ന് സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി ന്യായീകരിച്ച അന്നത്തെ മദ്യനയ പ്രകാരമുള്ള എഥനോൾ നിർമ്മാണത്തിനുള്ള പ്ലാന്റ് 2-ാം ഘട്ടത്തിലേ വരുന്നുള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റാണ് ഈ മദ്യനിർമ്മാണ സമുച്ചയത്തിന്റെ ഭാഗമായി തുടങ്ങാൻ പോകുന്നത്. നിഷേധിക്കാൻ പറ്റുമോ അനിൽകുമാറിന്? അല്ല, കേരളത്തിലിപ്പോ 10 ബോട്ടിലിംഗ് യൂണിറ്റ് ഉണ്ട്. അവർക്ക് എവിടുന്ന വെള്ളം കിട്ടുന്നത്? 8 വിദേശ മദ്യ നിർമ്മാണ യൂണിറ്റ് ഉണ്ട്, 3 ബ്രൂവറി ഉണ്ട്. ഇതൊന്നും പുതിയ കാര്യമല്ല. ഇവിടെ തന്നെ ബ്രൂവറി അനുമതി കൊടുത്തിട്ടുണ്ട് UDF സർക്കാർ. എവിടുന്ന വെള്ളം കിട്ടിയത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതുപോലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ബ്രൂവറിക്ക് വെള്ളം കിട്ടുന്നത് ഇവിടുത്തെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. നിങ്ങൾ ഉത്തരം തന്നാൽ മതി. എങ്ങനെ കിട്ടും, എങ്ങനെ കൊടുക്കും? നിങ്ങൾക്ക് അതിന് ഇത്ര ദശലക്ഷം ലിറ്റർ യൂണിറ്റ് വെള്ളം ഞങ്ങൾക്ക് ആവശ്യമായി വരും. ഈ കമ്പനിക്ക് 1-ാം ഘട്ടത്തിലെ ബോട്ട്ലിംഗ് യൂണിറ്റിന് ഇത്രത്തോളം വെള്ളം വേണം, അത്ര വെള്ളം ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റി വഴി ഇത്ര സമാഹരിക്കും, ബാക്കി അവർ മഴക്കുഴി കുത്തി സംഭരിച്ച് ഉണ്ടാക്കിക്കോളും എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇതിന് കണക്കുണ്ടാകേണ്ടത് ആ കമ്പനിക്കാണ്. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് 2000 ഏക്കർ വ്യവസായ ഇടനാഴിക്ക് പാലക്കാട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്ക് ഇനി ഒരൊറ്റ വ്യവസായം വരരുത് കേട്ടോ, ഒരു തുള്ളി വെള്ളം പാലക്കാട് നിന്ന് കിട്ടില്ല കേട്ടോ എന്നല്ല കേരളം പറയേണ്ടത്. ശരി, പാലക്കാട്ടെ മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടൽ ഒന്നാമത്തെ ആവശ്യം. ഇതാണ് ഈ ആവശ്യമുള്ള വെള്ളം കിട്ടാൻ രണ്ടാമത്തെ ആവശ്യം. ജലത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കൂട്ടർക്ക് മാത്രമല്ലല്ലോ ചോദ്യമുള്ളത്. CPIക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഘടക കക്ഷികൾക്കെങ്കിലും മിനിമം ഇതിനകത്ത് ആശങ്ക അകന്നിട്ടുണ്ടോ? ബോധ്യപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ? അവരെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റാതെ എങ്ങനെയാണ് എല്ലാം കൂടി ആകെ തീരുമാനിച്ച ശേഷം അടിച്ചേൽപ്പിക്കുന്നത്? അനിൽകുമാർ, സോറി, അത് മാത്രം ചോദിക്കരുത്. വ്യക്തമായില്ലേ? അവനത് പറയില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.